അസുരന്മാരുടെ ഗുരുവായ ശുക്രാചാര്യർ യുദ്ധക്കളത്തിൽ ചിതറിക്കിടക്കുന്ന രക്തത്തിനു നടുവിൽ ഇരിക്കുകയായിരുന്നു. അവസാനമില്ലാത്ത യുദ്ധങ്ങളുടെ ചക്രത്തിൽ മരണത്തിന്റെ നിലവിളികൾ അദ്ദേഹത്തിന്റെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. ഒരിക്കൽ കൂടി മരിച്ചവരെ ജീവിപ്പിക്കാനുള്ള സഞ്ജീവനി മന്ത്രം ജപിക്കാൻ അദ്ദേഹം തയ്യാറായി. അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ഭൂതകാലത്തിലേക്ക് പോയി. യുദ്ധത്തിനു മുമ്പ് അഭിമാനത്തോടെ നിൽക്കുന്ന അസുരരാജാവായ വജ്രദന്തന്റെ ദൃശ്യം അദ്ദേഹം ഓർത്തു. ഗുരുദേവ, അങ്ങയുടെ കയ്യിൽ സഞ്ജീവനി ഉള്ളിടത്തോളം കാലം മരണം ഞങ്ങളെ തൊടില്ല, അവൻ ഗർജിച്ചു. ശുക്രാചാര്യർ വജ്രദന്തന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. സഞ്ജീവനിക്ക് ജീവൻ തിരികെ നൽകാൻ കഴിയും, പക്ഷേ ധർമ്മലംഘനത്തിന്റെ അനന്തരഫലങ്ങളെ തടയാൻ അതിനു കഴിയില്ല. ഈ യുദ്ധം അനാവശ്യമാണ്. പക്ഷേ വജ്രദന്തൻ കേട്ടില്ല. യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. ദേവന്മാരുടെ ആക്രമണത്തിൽ അസുരന്മാർ കൊല്ലപ്പെട്ടു. അവരുടെ ഭാര്യമാരുടെ കണ്ണുനീർ ശുക്രാചാര്യരുടെ ആശ്രമത്തെ നനച്ചു. ഇപ്പോൾ യുദ്ധക്കളത്തിൽ ശുക്രാചാര്യർ തന്റെ കമണ്ഡലുവിൽ നിന്ന് പുണ്യജലം തളിച്ചു. സഞ്ജീവനി മന്ത്രത്തിന്റെ ശക്തി മൃതദേഹങ്ങളിലേക്ക് പ്രവഹിച്ചു. കണ്ണുകൾ തുറന്നു. മുറിവുകൾ ഉണങ്ങി. വജ്രദന്തൻ ഉൾപ്പെടെ മരിച്ച അസുരന്മാർ വീണ്ടും എഴുന്നേറ്റു നിന്നു. അവരുടെ മുഖത്ത് അത്ഭുതമൊന്നുമുണ്ടായിരുന്നില്ല, യുദ്ധത്തിന്റെ ലഹരി മാത്രം. വീണ്ടും യുദ്ധത്തിന്! വജ്രദന്തൻ അലറി. പുനരുജ്ജീവിച്ച അസുരന്മാർ ആർപ്പുവിളിച്ചു. ശുക്രാചാര്യർ നിശബ്ദമായി നോക്കിനിന്നു. അദ്ദേഹം ജീവൻ നൽകി, പക്ഷേ അവർ അതിൽ നിന്ന് ഒന്നും പഠിച്ചില്ല. അപ്പോഴാണ് ശുക്രാചാര്യർക്ക് തന്റെ ധർമ്മസങ്കടം മനസ്സിലായത്. അസുരന്മാരെ സംരക്ഷിക്കുകയായിരുന്നോ അദ്ദേഹത്തിന്റെ കടമ, അതോ ഈ അനന്തമായ അക്രമത്തിന്റെ ചക്രം അവസാനിപ്പിക്കുകയായിരുന്നോ? സഞ്ജീവനി ഒരു വരദാനമായിരുന്നോ അതോ ശാപമായിരുന്നോ? അദ്ദേഹം വജ്രദന്തനെ നോക്കി. ആ രാജാവിന്റെ കണ്ണുകളിൽ അധികാരത്തോടുള്ള ആർത്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ധർമ്മത്തെക്കുറിച്ച് ഒരു ചിന്തയുമില്ലായിരുന്നു. ഈ ചക്രം തുടർന്നാൽ പ്രപഞ്ചം തന്നെ നശിക്കും. ശുക്രാചാര്യർ ഒരു കഠിനമായ തീരുമാനമെടുത്തു. അടുത്ത തവണ ദേവന്മാർ വിജയിക്കുമ്പോൾ അദ്ദേഹം സഞ്ജീവനി ഉപയോഗിക്കില്ല. ചിലപ്പോൾ നാശത്തിൽ നിന്നാണ് പുതിയ സൃഷ്ടിയുണ്ടാകുന്നത്. ധർമ്മം നിലനിർത്താൻ ചില ത്യാഗങ്ങൾ ആവശ്യമാണ്. അതായിരുന്നു ഒരു ഗുരുവിന്റെ യഥാർത്ഥ കർത്തവ്യം.